ബ്രദർ, നിങ്ങൾ എവിടുന്നാ വരുന്നേ? കുന്നംകുളം. ഞാൻ നിങ്ങൾ കയറി നിന്നപ്പോഴല്ല, ഇവിടെ നിൽക്കുമ്പോഴല്ല ബുക്സുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുക. അതെ. അവിടെയാണോ ജോലി ചെയ്യുന്നത്? ജോലി ചെയ്യുന്ന അവിടെയാണ്. പക്ഷെ കർത്താവ് എന്നെ കാണിക്കുന്ന ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ കർത്താവ് എന്നെ കാണിക്കുന്നല്ലോ. കറക്റ്റാണ്. അതെ, ഒറ്റപ്പെട്ടാ നിൽക്കുന്നത്. ഞാനും മാതാവ് മാത്രമേ ഉള്ളൂ വീട്ടില് ആരുമില്ല. ഭയങ്കര ഒറ്റപ്പെട്ട്. നിന്റെ ലൈഫേ ഒരു വഴിത്തിരിവാ. ഭയങ്കര വഴിത്തിരിവാ ലൈഫ് എന്ന് പറഞ്ഞാൽ സക്സസ് ആകാത്ത ചില മേഖലകൾ. കറക്റ്റാണോ? അതെ, കറക്റ്റാ. സക്സസ് ആകുന്നില്ല. അങ്ങനെ അങ്ങോട്ട് ഒരു 23-ാമത്തെ വയസ്സ് മുതൽ പെട്ടുകിടക്കുന്ന അവസ്ഥ. കറക്റ്റാ. ഒത്തിരി പഠിച്ചല്ലോ. ഒരുപാട് പഠിച്ചല്ലോ. എന്താ പഠിച്ചേ? സൈക്കോളജിയോ? തിയോളജി സൈക്കോളജിയോ? എന്തോ പഠനമാ സാറേ? BTH കഴിഞ്ഞു. നിങ്ങൾ ഒത്തിരി ഭയങ്കരമായിട്ട് പഠിച്ചത് കാണിക്കുവാ എന്നെ. വലിയ വിദ്യാഭ്യാസത്തിന് വലിയൊരു കൂമ്പാരം തന്നെ. എന്നിട്ട് അമ്മച്ചിയുടെ മോൻ എന്തോ പഠിച്ചെന്ന് ചോദിച്ചേ? സൈക്കോളജി. അമ്മച്ചിയുടെ മോന്റെ പേരെന്തുവാ? ഈ മോന്റെ പേര് ഒരു മിനിറ്റ്. അമ്മച്ചിയുടെ മോന്റെ പേരെന്തുവാ? ജോഷുവ. ഈ ആളിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഉറപ്പാണോ? സത്യമാണോ? ഗ്യാരണ്ടിയാ? നിങ്ങൾ ഈ അമ്മച്ചി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഉറപ്പാണോ? അതെ. നിങ്ങളുടെ അമ്മച്ചിയുടെ മോന്റെ പേരെന്തുവാ? ജോഷുവ. നിങ്ങളുടെ പേരെന്തുവാ? ജോഷുവ. ഇതുവല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഓ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് 2 പേർക്കും ഇന്ന് വിടുതൽ നടക്കാൻ പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി 11 മണിയാകുമ്പോൾ അമ്മച്ചിയുടെ മകൻ ജോഷുവയുടെ മേൽ ഒരു വിടുതൽ നടക്കും. ചോദിച്ചതെന്തോ വിടുതലാണെന്ന്. എന്ത് വിടുതലാ? അവർ അമ്മച്ചിയുടെ മോൻ ഒരു സംഭവം എഴുതുവാ. എന്തുവാ ചോദിച്ചേ? എന്ത് വിടുതല നടക്കുന്നത്? എവിടെ എന്തോ ആയിട്ട് സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്ലേസ്മെന്റോ? ഇതൊന്നും പറഞ്ഞ എനിക്കൊരു പിടിയുമില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് തന്നെ നിങ്ങളെ കൊണ്ട് ചോദിപ്പിച്ചത്. എന്തോന്ന് വല്ല മനസ്സിലായോ? എന്തുവാ? ഒരു പ്ലേസ്മെന്റ് കിട്ടും. ഈ പറയുന്ന വിടുതൽ നോട്ട് ചെയ്തിട്ടോ. ദൈവം നിന്നെ കൊണ്ട് ഒരു ടെസ്റ്റ് പാസ്സാക്കും. കൂട്ടൊന്നും ഇല്ലല്ലോ. ഇല്ല, വിവാഹം കഴിച്ചില്ല. കൂട്ട് കാണുന്നില്ല. വേണ്ടേ? വേണം.